നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ വളരെ വേഗം രാശി മാറുന്ന ഒരു ഗ്രഹമായാണ് ചന്ദ്രനെ കണക്കാക്കുന്നത്. ചന്ദ്രൻ പെട്ടെന്ന് തന്നെ അതിനാൽ രാശി മാറുന്നതാകുന്നു. ഓരോ 7 ദിവസത്തിലും ചന്ദ്രൻ ഏതെങ്കിലും ഒരു ഗ്രഹവുമായി സംയോഗം ഉണ്ടാകുന്നതുമാണ്. കൂടാതെ മനസ്സ്, മനോബലം, നിങ്ങളുടെ സ്വഭാവങ്ങൾ, കല, രചനാപരമായ കഴിവുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടും ചന്ദ്രനെ കണക്കാക്കുന്നതുമാണ്. അഥവാ ഇത്തരം കഴിവുകൾ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാകുന്നു. അതിനാൽ തന്നെ ചന്ദ്രന്റെ രാശിയിലും സ്ഥിതിയിലും മാറ്റങ്ങൾ വരുമ്പോൾ അത് പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് കാരണമായി തീരും എന്നതും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു. സെപ്റ്റംബർ അവസാനത്തോടെ ചന്ദ്രനും ചൊവ്വയും തമ്മിൽ സംയോഗം ഉണ്ടാകാൻ പോവുകയാണ്. ഈ സംയോഗത്താൽ മിഥുനം രാശിയിൽ വളരെയധികം വിശേഷപ്പെട്ടതായ മഹാലക്ഷ്മി രാജയോഗമാണ് രൂപാന്തരം കൊള്ളാൻ പോകുന്നത്. ജ്യോതിഷപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ യോഗം തന്നെയാണ് മഹാലക്ഷ്മി രാജയോഗം. അതിനാൽ തന്നെ ഈ രാജയോഗം അനുഭവഭേദ്യമാകുന്നവർക്ക് വളരെയധികം നേട്ടങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾ, സമൂഹത്തിൽ നിങ്ങളുടെ സ്വീകാര്യത, വില വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഐശ്വര്യം വന്നു ചേരാം. എന്നാൽ ഗ്രഹങ്ങളുടെ സേനാധിപതി എന്നറിയപ്പെടുന്ന ചൊവ്വ ഇപ്പോൾ മിഥുനം രാശിയിലാണ് നിലകൊള്ളുന്നത്. ഒക്ടോബർ 20 വരെ ചൊവ്വ മിഥുനത്തിലുണ്ടാകും. സെപ്റ്റംബർ 24 ചന്ദ്രൻ മിഥുനം രാശിയിലേക്ക് എത്തുന്നത്. സെപ്റ്റംബർ 26 വരെ മിഥുനത്തിൽ ചന്ദ്രന്റെ സാന്നിധ്യം ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത്തരത്തിൽ രൂപാന്തരം കൊള്ളുന്ന ഈ മഹാലക്ഷ്മി രാജയോഗം ആർക്കെല്ലാമാണ് നേട്ടങ്ങൾ കൊണ്ടുവരിക, എന്തെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പല നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവഭേദ്യമായി മാറും എന്നതാണ് വാസ്തവം. ഈ നക്ഷത്രക്കാർക്ക് മേൽ ലക്ഷ്മി ദേവിയുടെ പ്രത്യേകമായ കടാക്ഷം, അനുഗ്രഹം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. കാരണം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനാൽ തന്നെ ഈ സമയം പ്രത്യേകിച്ചും വളരെ കാലമായി പൂർത്തീകരിക്കുവാൻ സാധിക്കാതിരുന്ന ജോലികൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വളരെ കാലമായി നിങ്ങളെ തേടി എത്തേണ്ടതായ ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആധ്യാത്മികമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലുള്ള നിങ്ങളുടെ താല്പര്യം വർദ്ധിക്കുകയോ അല്ലെങ്കിൽ താല്പര്യം നിങ്ങളിലേക്ക് വന്ന് ചേരുകയോ ചെയ്യാം. അതും വളരെ ശുഭകരമായ മാറ്റങ്ങൾക്ക്, ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ഭൗതികമായ സുഖങ്ങൾ അത് നിങ്ങൾക്ക് കൂടുതൽ പ്രാപ്തമായി തുടങ്ങും, കൂടുതൽ അനുകൂലമായി തുടങ്ങും എന്ന കാര്യം ഓർക്കുക. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ചില പ്രത്യേക നേട്ടങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പ്രത്യേകമായ കാര്യങ്ങൾ അത് കൈവരിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സിലുള്ള ചില ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അത് വിദേശത്തേക്കുള്ള പഠനമാണ്, അല്ലെങ്കിൽ വിദേശത്ത് പോയി പഠനം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും, പ്രധാനപ്പെട്ട വാർത്തകൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അത് ശുഭകരമായ വാർത്തകളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മുന്നറിയിപ്പുകളാകാം, അത്തരം ചില ചിന്തകളാകാം. കാരണം വന്നു ചേരേണ്ട നഷ്ടങ്ങൾ, ദോഷകരമായ ഫലങ്ങളെ ഇത്തരത്തിൽ ഈ മുന്നറിയിപ്പുകളിലൂടെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിച്ചു എന്ന് വരാം. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താലാണ് ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരുന്നത് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ട് നല്ല ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പുതിയ ഉത്തരവാദിത്തങ്ങൾ
നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ, പുതുതായ ചില കാര്യങ്ങൾ ആരംഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും മികവ് പുലർത്തുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം ക്രമാതീതമായി വളരെയധികം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആത്മവിശ്വാസം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. അതിനാൽ മനസ്സിലുള്ള ആ കാര്യങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചു എന്ന് വരാം. വിജയങ്ങൾ വന്നു ചേരും. പൊതുവിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ഈ സമയം തീർച്ചയായും മഹാലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ലക്ഷ്മി നാരായണ ക്ഷേത്രങ്ങളിൽ അഥവാ ലക്ഷ്മി ദേവിയെ നിങ്ങൾ ആരാധിച്ച് മഹാവിഷ്ണു ഭഗവാനെ ആരാധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. ആയില്യം നക്ഷത്രക്കാർക്കും ഇത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയം തന്നെയാകുന്നു. മഹാലക്ഷ്മി രാജയോഗം നിങ്ങൾക്ക് ഏറ്റവും ലാഭകരമായി തീരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അപ്രതീക്ഷിതമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികപരമായ നേട്ടങ്ങൾ. അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. കൂടാതെ ഈ സമയം കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ, അതിൽ നിന്നും എപ്രകാരം മോചനം നേടുവാൻ സാധിക്കും, രക്ഷ നേടുവാൻ സാധിക്കും എന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ അതിനുള്ള അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പങ്കാളിത്ത ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതായ സമയമാകുന്നു. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. നഷ്ടത്തിലായ പല കാര്യങ്ങളെയും ലാഭത്തിലേക്ക് എത്തിക്കുവാനോ അല്ലെങ്കിൽ അതിൽ നിന്നും രക്ഷ നേടുവാനോ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു. സാമ്പത്തിക സ്ഥിതി പൊതുവിൽ നിങ്ങൾക്ക് മെച്ചപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കാതെ തന്നെ പല വഴികളിലൂടെയും ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ അല്പനേരം അത് ഏറ്റവും ശുഭകരമായ സമയങ്ങൾ ചിലവിടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പല യാത്രകളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ അത് എപ്രകാരം തരണം ചെയ്യുവാൻ സാധിക്കും എന്ന ചിന്ത നിങ്ങൾക്ക് വന്നു ചേരുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില ശുഭവാർത്തകൾ തൊഴിലുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ടോ വന്ന് ചേരാവുന്നതുമാണ്. പല വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഉന്നതമായ ബന്ധം അഥവാ ഉന്നത അധികാരികളുമായും നല്ല ബന്ധം പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സമയമാകുന്നു. പ്രധാനമായും ധനപരമായ നേട്ടങ്ങളാണ് വന്നു ചേരുക. അത്തരം കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ വീക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. ഈ സമയം മഹാലക്ഷ്മി ദേവിയെയും അതേപോലെ മഹാവിഷ്ണു ഭഗവാനെയും അഥവാ ലക്ഷ്മി നാരായണന്മാരെ നിങ്ങൾ ആരാധിച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. പുണർദം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ഈ സമയം നിങ്ങൾക്ക് മഹാലക്ഷ്മി രാജയോഗം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനാൽ അസാധ്യമായ നേട്ടങ്ങൾ അതുപോലും നിങ്ങൾക്ക് അനുകൂലമായി തീരും. അസാധ്യമായിരിക്കാം ആ കാര്യങ്ങൾ, എന്നാൽ ശ്രമിക്കുകയാണ് എങ്കിൽ അതിൽ വിജയങ്ങൾ നേടാം. അതിനായി നിങ്ങളുടെ മനസ്സിൽ പ്രത്യേകമായ ഒരു ആഗ്രഹം കടന്ന് വന്നു എന്ന് വരാം. ആ കാര്യം ചെയ്യണം, അതിൽ വിജയങ്ങൾ നേടണം, അത്തരത്തിലുള്ള ചിന്തകളും കടന്നു വരാം. അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം,
തൊഴിൽപരമായ കാര്യങ്ങളാകാം, വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്ന, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമായ ചില കാര്യങ്ങൾ അത്തരത്തിൽ ചെയ്യുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ലക്ഷ്മി ദേവിയുടെ പ്രത്യേകമായ അനുഗ്രഹം, കൃപ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായ സമയമാകുന്നു. അതിനാൽ ധനപരമായ ചില കാര്യങ്ങളിലുള്ള ആശങ്കകൾ, ചില പ്രശ്നങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഭാഗ്യത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സമയമാകുന്നു. പല കാര്യങ്ങളിലും അത് പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. ആധ്യാത്മികമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ താല്പര്യം വന്നു തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റാത്മീയപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ആശങ്കകളുണ്ട്, അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ് ആരംഭിക്കുക, കൂടാതെ പുതിയ ബിസിനസ് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ നേട്ടങ്ങൾ വന്ന് തുടങ്ങുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതുമാണ്. അനുകൂലമായ സമയമായതിനാൽ ചില ചിന്തകൾ, അനുകൂലമായ ചിന്തകൾ, പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാം. ചില പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ സാധിക്കുന്നതായ ആത്മബലം, ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബ സ്വത്ത് അല്ലെങ്കിൽ കുടുംബവുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തേടിയെത്താം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ആശങ്കകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ നിന്നും അല്പം മാറ്റങ്ങൾ വന്നു ചേരാം. തൃപ്തികരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം. എന്നാൽ ഈ സമയം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കുകയോ അല്ലെങ്കിൽ ഒരു പോംവഴി കണ്ടെത്തുകയോ സമയം നീട്ടിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. അല്പം ധനമാണ് എങ്കിലും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ കൈകളിലേക്ക് കൈവശം വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സഹായമായി പോലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ഇത്തരത്തിൽ പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം ശരിയായ രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. ലക്ഷ്മി നാരായണന്മാരെ നിങ്ങൾ നിത്യവും ആരാധിക്കുക. മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ്. എന്നാൽ മകീരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് കന്നിമാസത്തെ ഫലപ്രകാരം അത്ര ശുഭകരമല്ല നിങ്ങൾക്ക് ഈ സമയം എന്ന കാര്യം ഓർക്കുക. കാരണം നിങ്ങൾക്ക് ചില ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരേണ്ടതായ സമയം തന്നെയായിരുന്നു ഈ മാസം. എന്നാൽ മഹാലക്ഷ്മി രാജയോഗത്താൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അഥവാ നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ ദോഷകരമായ ഫലങ്ങളെ ഒഴിവാക്കുവാനും ഒരു പരിധിവരെ കാര്യങ്ങൾ അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ തീർച്ചയായും മകീരം നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചില ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുന്നതായ ഒരു സമയം തന്നെയാണ് ഇത്. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഇവർക്ക് പ്രത്യേകമായി തന്നെ ഉണ്ടാകുന്നതുമാണ്. ചെയ്യുന്ന ജോലികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും താല്പര്യം നിങ്ങൾക്ക് വളരെയധികം വർദ്ധിക്കും. ഭൗതിക സുഖങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആഗ്രഹിക്കുന്നതായ സാഹചര്യങ്ങൾ, ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. വാർത്തകൾ, ശുഭവാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം ജോലിയിൽ നിങ്ങൾക്ക് പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാം. മറ്റു ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായും അല്ലാതെയും ഇത്തരം സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അപ്രതീക്ഷിതമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പണം നിങ്ങളെ തേടിയെത്തുവാൻ പല വഴികളിലൂടെയും തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ അനുകൂലമാകാം. ശുഭകരമായ സമയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അത്തരത്തിൽ ചില സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകാം. പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുന്ന സമയമാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക.
പ്രത്യേകിച്ചും ഈ സമയം ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും ലക്ഷ്മി ദേവിയെ നിത്യവും ആരാധിച്ച് ലക്ഷ്മി മന്ത്രങ്ങൾ, മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ സമയം പ്രത്യേകിച്ചും മഹാലക്ഷ്മി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാം. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. മഹാലക്ഷ്മി രാജയോഗത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്നതായ ചില ദുർഘടമായ കാര്യങ്ങളെ ഒഴിവാക്കി വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ കാലയളവിൽ ശുഭകരമായ കാര്യങ്ങൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം നിങ്ങൾക്ക് ബിസിനസ് പരമായി ലാഭം വന്നു ചേരുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ അവസരങ്ങൾ വന്നു ചേരുക, പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള കാര്യങ്ങൾ അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കുടുംബപരമായ സ്വത്ത് നിങ്ങളെ തേടിയെത്താം. ആരോഗ്യം കൂടുതൽ തൃപ്തികരമായി മാറാം. കൂടാതെ ഈ സമയം പ്രധാനമായും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഏതൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും അവരുമായി നല്ല ബന്ധം നിങ്ങൾക്ക് പുലർത്തുവാൻ അല്ലെങ്കിൽ നിലനിർത്തുവാൻ അല്ലെങ്കിൽ പുതിയൊരു ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങളുടെ മികവ് പല കാര്യങ്ങളിലും പ്രകടമാക്കുവാൻ സാധിക്കും. അഭിനന്ദനങ്ങൾ, പ്രശംസ നേടിയെടുക്കുവാൻ ഇതിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതുമാണ്. ജോലി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിനെ തളർത്തുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലൂടെ അതിൽ നിന്നും മാറ്റങ്ങൾ വന്നു ചേരാം. ആത്മവിശ്വാസം വർദ്ധിക്കും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസം, ആത്മബലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. പൊതുവിൽ നിങ്ങൾക്ക് ഈ സമയം അനുകൂലം തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. അടുത്തുള്ള ലക്ഷ്മി ക്ഷേത്രത്തിലോ വിഷ്ണു ക്ഷേത്രത്തിലോ ദർശനം നടത്തുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും.